എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പി കാണാം. ഈ റെസിപ്പിയിൽ ചപ്പാത്തി സോഫ്റ്റ് ആവാൻ കൂടുതലായിട്ട് ഞാൻ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എന്നാൽ പോലും വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ചപ്പാത്തി ഇരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാലും ഇതൊട്ടും തന്നെ കട്ടിയാവില്ല. അതുണ്ടാക്കാനായിട്ട് 250 ml അളവ് വരുന്ന അളവ് കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് കപ്പ് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടിയുടെ എല്ലാ ഭാഗത്താവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാം. നേരത്തെ പൊടി എടുത്ത സെയിം അളവ് കപ്പിൽ തന്നെ വേണം വെള്ളം എടുക്കാൻ. അതുപോലെ തന്നെ സാധാരണ പച്ചവെള്ളം 1 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ എടുത്തിരിക്കുന്ന 1 കപ്പ് വെള്ളത്തിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് നമുക്ക് കളയാം. ഇനി ഈ വെള്ളം ആ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തിന് നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നിച്ചാക്കി എടുക്കണം. അങ്ങനെ വലിയ ബലമൊന്നും കൊടുക്കണ്ട, സാധാരണ കുഴയ്ക്കുന്ന പോലെ കുഴച്ചാൽ മതി. ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് ഒന്നുകിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സിലിക്കൺ മാറ്റിൻ്റെ മുകളിലിട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഈ മാവിന് നന്നായിട്ട് കട്ടിയുള്ള പോലെ തോന്നും. പക്ഷേ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 3-4 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിൽസ്ബറിയുടെ ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ചപ്പാത്തി ചെറിയ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ഓയിൽ ചേർത്തില്ലേ, അതിന് പകരമായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. ഈ ചപ്പാത്തിയുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് തേച്ച് കൊടുക്കാം. ഇനി ഇതൊരു കിച്ചൺ ടവൽ വെച്ച് മൂടിയിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിലേക്ക് ഗ്ലൂട്ടീൻ റിലീസായിട്ട് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ തന്നെ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ച് നീളത്തിൽ ഉരുട്ടിയെടുക്കാം. മുറിച്ചെടുക്കാനും അതുപോലെ പരത്താനും ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കുന്നത്. ഇങ്ങനെ നീളത്തിന് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ചുകൂടെ വലിയ സൈസിലുള്ള ചപ്പാത്തിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഇപ്പം മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. 2 കഷ്ണങ്ങൾ തീരെ ചെറുതായിപ്പോയി, അത് രണ്ടും കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ നീളത്തിൽ ഉരുട്ടി മുറിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പരത്താൻ വേണ്ടിയിട്ട് പിന്നീട് ഉരുളകളാക്കേണ്ട ആവശ്യമില്ല. അത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പരത്തുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കത് കിട്ടും. ഇനി നമുക്കിത് പരത്താൻ തുടങ്ങാം. പരത്തുമ്പോൾ ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുറിച്ചൊരു കഷ്ണം എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇത് ഈ പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി കുറച്ച് പൊടി ആ മാറ്റിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഒരുപാട് ബലം പ്രയോഗിക്കരുത്, നല്ല സോഫ്റ്റായിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന മാവായതുകൊണ്ട് നമ്മളിങ്ങനെ പയ്യെ പരത്തുമ്പോഴേക്കും നന്നായിട്ട് അത് പരന്ന് വന്നോളും. ഇടയ്ക്ക് ഒട്ടി പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി വിതറിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ടിരിക്കുന്ന പൊടികളൊക്കെ നന്നായിട്ട് തുടച്ച് കളയാം. ഈ ഒരു കട്ടിയിൽ വേണം പരത്താൻ വേണ്ടിയിട്ടാ. പരത്തി വെച്ചിരിക്കുന്നത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത കഷ്ണം അതുപോലെ തന്നെ എടുത്തിട്ട് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. എന്നിട്ട് പൊടി വെച്ച് ഡസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചപ്പാത്തി പരത്തുമ്പോൾ ചപ്പാത്തിയുടെ എല്ലാ ഭാഗവും ഒരേ തിക്നെസ്സിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ അത് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നല്ല പോളച്ച് നല്ല ബോൾ പോലെ വരുള്ളൂ. അങ്ങനെയുള്ള ചപ്പാത്തി ഒരുപാട് നേരം സോഫ്റ്റായിട്ടിരിക്കും. എക്സസ് വരുന്ന പൊടിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തുടച്ച് കളയാം. ഈ സെയിം രീതിയിൽ തന്നെ ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി പരത്തിയെടുക്കാം.
ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് തിന്നായി പോകാനും പാടില്ല. അതുപോലെ തന്നെ ഈ റോളർ പയ്യൊന്ന് ചെരിച്ചിട്ട് പരത്തുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയിൽ കൈ തൊടേണ്ട ആവശ്യം വരില്ല. അത് തന്നെത്താനെ റൗണ്ടിൽ കറങ്ങി വന്നോളൂ. ചപ്പാത്തിയിൽ ഇങ്ങനെ കൈ തൊടാതെ തന്നെ അത് കറങ്ങി വരുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് പാൻ നല്ല ചൂടായിട്ട് വേണം ഇരിക്കാൻ. ഒരു 2-3 മിനിറ്റ് പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചപ്പാത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിലുള്ള എല്ലാ പൊടികളും ഒന്നുകൂടെ തട്ടി കളഞ്ഞിട്ട് വേണം പാനിലേക്ക് ഇടാനായിട്ട്. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ. ഒരു 35-40 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ചെറിയ ബബിൾസ് വന്നു തുടങ്ങും. അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡിൽ അതുപോലെ ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ അത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെ 4 സൈഡിലായിട്ട് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് അത് പഫ് ചെയ്തൊരു ബോൾ പോലെ വരും. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റി ഒരു കാസറോളിൽ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഒരു കിച്ചൺ ടവലിൽ വെച്ച് മൂടിയാലും മതി. ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ സമയം കുറച്ച് നെയ്യൊക്കെ തൂവി കൊടുക്കുന്നത് നല്ലതായിരിക്കും. തീ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത്. ഇപ്പോൾ ചപ്പാത്തി എല്ലാം തന്നെ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണിത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിച്ചാലും ഇതിൻ്റെ ടെക്സ്ചറും സോഫ്റ്റ്നെസ് ഇതേപോലെ തന്നെ ഇരിക്കും. ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ വളരെ ഈസിയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ ചപ്പാത്തിയും നല്ലോണം പഫ് ചെയ്ത് പൊങ്ങി കിട്ടും. അപ്പോൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.